ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ്. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 2025 ഐഫോൺ 14 പ്രോയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പം 2025 ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എനിക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സാധനം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്കാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. LTPO സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ വളരെ സ്മൂത്താണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 13, 14 അതേപോലെ 15 ഒക്കെ വരുന്നത് 60 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. പക്ഷെ ഇതിൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 120 ഹെർട്സ് യൂസ് ചെയ്തവർക്ക് എന്തായാലും മനസ്സിലാവും. അത്രയും അടിപൊളിയായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ HDR സപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. 2025 ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ബോഡിയാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് ഈ ഒരു ഫോണിൽ ഇപ്പോഴും വന്നിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് വരുന്നത്. അപ്പം ബാക്ക് ഗ്ലാസ് ഒരു മാറ്റ് ഫിനിഷ് ആണ്. പ്രോ വേരിയൻ്റ് ആയിക്കൊണ്ട് തന്നെ ഭയങ്കര ഇൻഹാൻഡ് ഫീലാണ്, ഭയങ്കര പ്രീമിയം ഫീൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ അനുഭവിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത് 2022 സെപ്റ്റംബറിൽ ലോഞ്ച് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ ഈ ഒരു ഐഫോൺ 14 പ്രോ എന്ന് പറയുന്നത്. അപ്പം 3 വർഷം പഴക്കമുള്ള ഫോണാണ്. എന്നിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഐഫോണിൽ ഒരു ലാഗും ഇതുവരെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ വളരെ സ്മൂത്ത് വർക്കിംഗ് ആണ്. ഇപ്പോഴും ഇതിൻ്റെ ബോഡിയൊക്കെ കണ്ടീഷനായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ 3 വർഷം പഴക്കമുള്ള ഫോണാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ബോഡിയിൽ അധികം സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കവറിട്ട ചെറിയ പാടുകൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അടുത്ത രീതിയിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A16 ബയോണിക് ചിപ്സെറ്റ് ആണ്. അപ്പം ഐഫോൺ 14 പ്രോ 6GB റാമിലാണ് വരുന്നത്. അപ്പോൾ 1TB സ്റ്റോറേജ് വരെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 5G ചിപ്സെറ്റ് ആണ്. അപ്പം ഐഫോൺ 12 തൊട്ട് 5G ആണ് വരുന്നത്. അപ്പം ഇതിലും 5G തന്നെയാണ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചിപ്സെറ്റും കൂടിയാണ്. യാതൊരു ലാഗും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യാൻ സാധിക്കില്ല. ഗെയിമിങ്ങിലായാലും എല്ലാത്തിലും A16 ഇപ്പോഴും അടിപൊളിയായിട്ടുള്ള സ്മൂത്ത് വർക്കിംഗ് തന്നെയാണ് തരുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററിയാണ് 3200 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 20 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ്ങും ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ലൈറ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ മാത്രം മതിയാവും. പക്ഷേ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പം ബാറ്ററി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ തന്നെയാണ് ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ. അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറയാണ് 48 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും അതേപോലെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റിൽ സൂമിങ് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. 2x 3xലൊക്കെ അടിപൊളി ഫോട്ടോസാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പ്രോ വേരിയൻസിലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടും. അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ക്യാമറയും വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ആണ്. അതിലും നിങ്ങൾക്ക് 4K 60 FPSൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് Type-C ചാർജിങ് അല്ല വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ പഴയ ലൈറ്റ്നിങ് കേബിളാണ് ഇതിൽ സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് Type-C ചാർജിങ് ഇതിൽ സപ്പോർട്ടല്ല. അപ്പോൾ Type-C വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 അല്ലെങ്കിൽ 15 പ്രോ വേരിയൻറ്റോ എടുക്കേണ്ടി വരും. ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറഞ്ഞത് ഒരു 3 വർഷമെങ്കിലും മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൂടിയ ചിലപ്പോൾ ഒരു 4 വർഷമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ എടുത്താലും നിങ്ങൾക്ക് ഒരു 4 വർഷത്തേക്കൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്താണ് ഒരുപാട് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്നത് ഐഫോൺ 14 പ്രോ എടുക്കണോ ഐഫോൺ 15 എടുക്കണോ എന്നുള്ളത്. ബിക്കോസ് ഞാൻ ധൈര്യമായിട്ട് പറയും ഐഫോൺ 14 പ്രോ എടുക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 14 പ്രോയിൽ നിങ്ങൾക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനിയും കിട്ടും. പക്ഷേ ഐഫോൺ 15ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 3 വർഷത്തെ അപ്ഡേറ്റും കൂടിയേ കിട്ടും. 2028 വരെ നിങ്ങൾക്ക് ഐഫോൺ 15 അപ്ഡേറ്റ് കിട്ടും. പക്ഷേ ഐഫോൺ 14 പ്രോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2029 വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഐഫോൺ 15ലും ഐഫോൺ 14 പ്രോയിലും
സെയിം ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവറും കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ 14 പ്രോയിലേക്ക് വരുമ്പം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ 3 ക്യാമറ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ 120 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ 1 വർഷത്തെ എക്സ്ട്രാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൂടി നിങ്ങൾക്ക് ഈ ഒരു 14 പ്രോയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു 14 പ്രോ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്, 15ലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനും നല്ല വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.